നമസ്കാരം. കർഷകരുടെ ഉന്നമനത്തിനും അവരുടെ വരുമാനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ട് 14,000 കോടി രൂപയുടെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ 7 വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 2,817 കോടി രൂപയുടെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷനും വിളശാസ്ത്രത്തിന് 3,979 കോടി രൂപയുടെ പദ്ധതിയും ഉൾപ്പെടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. ഭക്ഷ്യ പോഷകാഹാര സുരക്ഷ ഉറപ്പുവരുത്താൻ വിള ഗവേഷണത്തിനും മറ്റുമായി 3,979 കോടി രൂപ നൽകും. കൃഷി പഠനം, മേൽനോട്ടം, സാമൂഹിക പഠനം എന്നിവയ്ക്കായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന് 2,291 കോടി രൂപ നൽകും. കന്നുകാലികളുടെ ആരോഗ്യവും സുസ്ഥിര ഉൽപാദനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 1,702 കോടി രൂപ അനുവദിച്ചു. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ 860 കോടി രൂപയും കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ ശാക്തീകരണത്തിന് 1,202 കോടി രൂപയും പ്രകൃതി വിഭവങ്ങളുടെ പോഷണത്തിനും മേൽനോട്ടത്തിനും 1,115 കോടി രൂപയും നൽകും. ഗുജറാത്ത് സാനന്ദിൽ 3,300 കോടി രൂപ ചെലവിട്ട് കെയ്നസ് സെമികോൺ തുടങ്ങുന്ന സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. പ്രതിദിനം 60 ലക്ഷം സെമി കണ്ടക്ടർ ചിപ്പുകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം. 4 സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആകെ 1.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളിൽ നിന്നായി 7 കോടി ചിപ്പുകൾ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇൻഡോറിനും മുംബൈ മൻമദീനുമിടയിൽ 309 കിലോമീറ്റർ റെയിൽപാത നിർമ്മാണത്തിന് 18,306 കോടി രൂപയും പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. മഹാരാഷ്ട്രയിലെയും മധ്യപ്രദേശിലെയും 6 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതയിൽ 30 സ്റ്റേഷനുകൾ ഉണ്ടാകും. ഈ പദ്ധതി 2029 പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ.